വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം ഞാൻ ഇന്ന് ഒരു ന്യൂ മോഡൽ ടോപ്പാണ് എടുക്കുന്നത്. ജീൻസിന് ഇടാൻ പറ്റുന്ന ടോപ്പാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ആ രീതിയിലും ചെയ്യാം. അപ്പം അതെന്ന് പറയുമ്പോൾ ഫ്രണ്ട് സ്ക്വയർ ആയിട്ട് വന്നിട്ട്, സ്ക്വയറിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് എടുക്കാം. പക്ഷെ അതിൻ്റെ ഫ്രണ്ട് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഉണ്ടാവും ഇവിടെ ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഫ്ലയർ ആയിട്ട് കൊടുക്കുക. ഇവിടെ എന്തെങ്കിലും സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ അങ്ങനെയുള്ള ഒരു മോഡലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ചുരുക്കാണ് വരേണ്ടത്. അപ്പം ചുരുക്ക് വരുമ്പോൾ അതിനനുസരിച്ച് മടക്കി കൊടുക്കണം. ആദ്യം നമ്മൾ ലെങ്ത് എടുക്കുക. ഞാനിപ്പോൾ ഇതിനെടുക്കാൻ ഉദ്ദേശിക്കുന്ന ലെങ്ത് 23 23 എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടണം കേട്ടോ. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുമ്പോൾ 25 നമുക്ക് വേണ്ടത്. 25 എടുക്കുക. അപ്പോൾ ആ വിട്ടതിനനുസരിച്ച് തുണി എടുക്കുക. കാരണം നിങ്ങൾക്ക് മടക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ വേണ്ടത് ആ വിട്ടിനെടുക്കുക. ഇപ്പം നമ്മൾ കൂടുതൽ പ്ലേറ്റ് വേണമെങ്കിൽ കൂടുതൽ തുണി എടുക്കുക കേട്ടോ. ഞാനിത് കൂടുതൽ, അതായത് ഇത് ഞാൻ എടുക്കുന്നത് ഒരു 4 ഇഞ്ചാണ് എടുക്കുന്നത്. 4 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ചുരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 4 ഇഞ്ച് എടുക്കുന്നത് കേട്ടോ. നമുക്ക് തുണി ഉള്ളതനുസരിച്ച് എടുക്കാം. പിന്നെ കൂടുതൽ പ്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ, വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ കൂടുതൽ പ്ലേറ്റ് ഇടാം. വണ്ണം കൂടിയവർക്ക് ഇട്ടത് കൊണ്ട് വിരോധമൊന്നുമില്ല, നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഓരോ അതായത് ബോഡി ഷേപ്പ് അറിഞ്ഞു വേണം നമ്മൾ ഈ പ്ലേറ്റുകൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ മടക്കിയിട്ടിട്ട് 4 ഇഞ്ചാണ് എടുത്തത് കേട്ടോ. 4 ഇഞ്ചോ 5 ഇഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. എന്നിട്ട് ഞാനത് 25 എടുക്കുകയാണ്. മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടുന്ന്, അപ്പം ഇത് പുറത്തേക്കാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണോ ഷോൾഡർ വേണ്ടത് ആ ഷോൾഡർ എടുക്കുക. ഷോൾഡർ ഞാൻ 16 എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഫുൾ ഷോൾഡർ തന്നെയാണ്, കാരണം ഇതിനൊന്നും ബാക്ക് നമ്മൾ അധികം ഇറക്കൂല. അതുകൊണ്ടാണ് ആ ഷോൾഡർ തന്നെ നമ്മൾ എടുക്കുക. അതിനുശേഷം താഴേക്ക് ഞാൻ അത് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. എടുത്തു. ഓക്കെ. അപ്പൊ ഈ ഷോൾഡർ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതായത് നമ്മൾ ഇതിങ്ങനെ ഇതിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ. അപ്പൊ കഴുത്തകലം എത്രയാണോ ആ കഴുത്തകലം നമ്മൾ ഇപ്പൊ 8 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞു ഷോൾഡർ ഞാനിപ്പോ 8 എടുത്തേക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക, 9 എടുക്കുക കേട്ടോ. അതിൽ കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ 9.5. ആംഹോള് 8.5 തന്നെ മതിയാവും. അതങ്ങനെ കൂട്ടുന്നത് നമ്മൾ ഇവിടുന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് ആ പീസ്. ഓക്കെ. നമ്മുടെ കഴുത്തകലം നോക്കി നമ്മൾ എത്രയാണോ കഴുത്തകലം എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 ഇഞ്ച് കൂടെ, അപ്പൊ തയ്യൽ തുമ്പും കൂടി ഇതിൽ തന്നെയാണ് നമ്മൾ ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് നമ്മൾ ഷോൾഡർ എടുക്കുമ്പോൾ 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. കാരണം നമ്മൾ ഈ പീസ് ഇത് മടക്കി പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ നൈറ്റിക്ക് എടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇത്, പക്ഷെ എന്നാലും ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. അതിനുശേഷം നമ്മൾ കഴുത്തകലം എത്രയാണോ എടുക്കുന്നത് ആ കഴുത്തകലം കൊടുക്കും. ഇപ്പൊ ഏത് നെക്ക്, റൗണ്ട് നെക്ക് ആണെങ്കിൽ ഏതാണെങ്കിലും, ഞാനിപ്പോൾ എടുക്കുന്ന സ്ക്വയർ നെക്കാണ്. ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 4 ഇഞ്ചാണ് കഴുത്തകലം. അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു ഇവിടെ. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നമുക്ക് ഒരു തയ്യൽ തുമ്പോട് കൂടി 2.5 ഞാൻ കൊടുക്കുന്നത് കേട്ടോ. 2.5. ഓക്കെ. ഈ 2.5 ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നിന്ന് തയ്യൽ തുമ്പ് 2 അടുത്തൊന്നും പോകണം. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പേപ്പർ പാറ്റേൺ എടുത്ത് കട്ട് ചെയ്യുക വേണ്ടത് കേട്ടോ. അപ്പൊ അത് ഞാൻ മാർക്ക് ചെയ്തു. ഇത് ആം ഹോൾ എടുത്ത്. ഇനി അടുത്തത് വണ്ണമാണ്. വണ്ണം വരുന്നത് ചെസ്റ്റ് 38. അപ്പം 38ന്റെ കൂടെ നമ്മൾ 8 ഇഞ്ച് ലൂസാണ് ആഡ് ചെയ്യുന്നത്. 46. അതിന്റെ 4 എന്ന് പറയുമ്പോൾ 11.5 വരുന്നത് കേട്ടോ. ഇത് ഞാൻ ഫ്രണ്ട് മാത്രമാണ് എടുക്കുന്നത്, ബാക്ക് ഞാൻ എടുക്കുന്നില്ല. ബാക്ക് പിന്നെ സെപ്പറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിൽ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യേണ്ട, ഫ്രണ്ട് മാത്രമാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ബാക്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അതല്ല ഇത് ഫ്രണ്ട് മാത്രം. ഓക്കെ. അപ്പോൾ ഷോൾഡർ എടുത്തു,
കഴുത്തകലം എടുത്തു ആ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള. ഇനി ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട് ഈ വണ്ണമൊക്കെ ഇത് ഷേപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ താഴത്ത് വിട്ട് ഇതിന്റെ പ്ലീറ്റ് കാണുമല്ലോ. അപ്പൊ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ ഞാൻ താഴേക്ക് ഷേപ്പ് ഒന്നും കൊടുക്കണില്ല, താഴേക്ക് തന്നെ വരയ്ക്കുകയാണ്. പിന്നെ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ കൊടുക്കുക, എന്നിട്ട് ഒരു ഫ്രണ്ടിലേക്ക് കുഴിച്ചു കൊടുക്കുക. ഇതൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം കാണിച്ചു തന്നത് കാരണമാണ് അതൊന്നും കാണിക്കാത്തത് കേട്ടോ. ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. പിന്നെ ഇതിന്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒത്തിരി ഇട്ടിട്ടുള്ളൂ, അപ്പൊ നിങ്ങൾക്ക് ബോറാവും, അതുകൊണ്ടാണ്. എന്നിട്ട് ഇതിന്റെ ഇറക്കം എടുക്കുക. ഇറക്കം നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് ബ്രസ്റ്റിന്റെ താഴെ ഷേപ്പിനനുസരിച്ചാണ്, ചിലപ്പോൾ ചിലരുടെ വെയിസ്റ്റിനനുസരിച്ച്. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു 15 ഇഞ്ചാണ് കേട്ടോ, 15. ബാക്കി അതായത് കുറച്ച് പ്ലീറ്റ് വന്നാൽ മതി. 15 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ കട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അല്ലേ. കണ്ടോ? എന്നിട്ട് നമ്മൾ ഇത്രയും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമുള്ള പീസ് എടുക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഞാൻ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുമ്പോൾ ഞാൻ അകത്തൂടാണ് കട്ട് ചെയ്യുന്നത്, കാരണം നമുക്ക് തുണി കുറയരുത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ട്രിക്കുകളാണ്. വേറെ തുണിയാ വെക്കുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. വേറെ തുണിയാ വെക്കുന്നതെങ്കിൽ വേറെ കളറിലെ തുണിയും ഇതിൽ വെച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ അതേപോലെ മാറ്റി വെക്കുകയാണ്, അതവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ സ്ലോപ്പ് നിങ്ങൾക്ക് ഇതൊക്കെ പിടിപ്പിച്ചതിന് ശേഷം ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നമ്മളിവിടെ പ്ലീറ്റ് കൊടുക്കാനുള്ളത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ? കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തു പ്ലീറ്റ് ഇടാനുള്ള. എന്നിട്ട് ഈ പീസ് ഞാനിങ്ങനെ മാറ്റി വെക്കുകയാണ്. അപ്പൊ എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ നിവർത്തി കൊടുക്കുക. നമുക്ക് ഈ പീസാണല്ലോ ഇവിടെ വെക്കേണ്ടത്. ഓക്കെ, ഈ പീസാണ് നമുക്ക് ഇവിടെ വെക്കേണ്ടത്. അപ്പൊ നമ്മൾ നിവർത്തി എടുത്തിട്ട് ഇവിടെ നിന്ന് കഴുത്തകലം. അപ്പൊ നമുക്ക് തുണി മിസ്സാവില്ല. കഴുത്തകലം നമ്മൾ 4 ഇഞ്ച് എടുത്തു. ഓക്കെ, മറ്റേത് നമ്മൾ എടുക്കുന്ന 2.5 2.5ക്ക് 3 എടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് നമ്മൾ പിടിപ്പിക്കുന്നതിന് മുമ്പേ നോക്കിയിട്ട്, അതായത് നമുക്ക് പേടി വരും, തുടക്കക്കാരാകുമ്പോൾ പേടി വരും. അപ്പോൾ എന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ലെവൽ ചെയ്ത് ഇതിലോട്ട് പിടിപ്പിച്ചാൽ മതി കേട്ടോ. കണ്ടോ? എന്നിട്ട് നമ്മൾ കഴുത്ത് സ്റ്റിഫയിൽ നമുക്ക് ചെയ്യാം. നോക്കൂ, ഇത് കണ്ടോ? ഈ പീസ് നമ്മളിങ്ങനെ പിടിപ്പിച്ചിട്ട് ഇത് കണ്ടോ? ഇതേല് ഇങ്ങനെ നമ്മൾ വെച്ചതിന് ശേഷം ഇതിൽ ചുരുക്കിടാൻ വരും. കണ്ടോ? ഇത്രയും നമ്മൾ ഇങ്ങനെ ചുരുക്കിട്ട് പിടിപ്പിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് തോന്നിക്കാണിട്ട് ഇവിടെ വല്ല എംബ്രോയിഡറി വർക്കോ ലേസൊക്കെ വെച്ച് കൊടുത്ത് ഭംഗിയാക്കാം. ഇനി നമ്മൾ ഇത് നമുക്ക് ഫ്രണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് വെട്ടുന്നതാണ്. ബാക്കിൽ നമ്മൾ ഇതിന് നമുക്ക് ഓപ്പണിങ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. തലയിൽ കൂടെ കയറുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. കഴുത്തകലം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. നിങ്ങളുടെ ഷോൾഡറിനനുസരിച്ചാണ് എടുക്കേണ്ടത്. ഇപ്പൊ ബാക്കിൽ നിങ്ങൾക്ക് പ്ലീറ്റ് വേണ്ട, ബാക്കിൽ സാധാ അളവ് മതി, സാധാ ഷേപ്പ് കൊടുത്ത് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ എടുത്താൽ മതി കേട്ടോ ബാക്കിൻ്റെ. ഓക്കെ, ബാക്കിനും നമ്മൾ എടുത്ത പോലെ തന്നെ ലെങ്ത് എടുക്കുക. എടുത്തു. ഷോൾഡർ എടുക്കുക. ഷോൾഡറൊക്കെ നമ്മൾ എടുക്കുന്ന അതേ ഷോൾഡർ തന്നെ മതി.
കേട്ടോ. ബാക്കിയെല്ലാം അതേപോലെ തന്നെ മതി. ബാക്കിൽ നിങ്ങൾക്ക് പ്ലീറ്റ് കൊടുക്കണമെങ്കിൽ സാധാരണ യോക്ക് പോലെ കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്ലീറ്റ് കൊടുത്തെടുക്കാം. അതല്ല സാധാ ഷേപ്പ് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ബാക്കിൽ അധികം ഇറക്കുന്നില്ല. ഷോൾഡർ സ്ലോപ്പ് ഉണ്ട്, ഞാനത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാണ്. നിങ്ങൾ വരച്ചിട്ടിട്ടേ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഫ്രണ്ടും ബാക്കും വെട്ടി. ഇനി നമുക്ക് ഇത് തയ്ച്ചിട്ട് ഓരോന്ന് തയ്ച്ച് ഞാൻ കാണിച്ചു തരാം സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സ്ലീവ് വേണമെങ്കിൽ പല രീതിയിലുള്ള ഇഷ്ടമുള്ള സ്ലീവുകൾ എടുക്കാം. ഫുൾ സ്ലീവ് വേണേൽ ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ് വേണേൽ ഹാഫ് സ്ലീവ്. അപ്പൊ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് താഴെ പഫൊക്കെ വെച്ചിട്ടൊരു സ്ലീവാണ് കേട്ടോ. നമുക്ക് തുണി അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അധികം ലെങ്ത് എടുക്കുന്നില്ല. ഒരു ചെറിയ പഫ് മുകളിൽ വരണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3.5 ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ ഒരു ചെറിയ പഫ് കൊടുക്കും. അതിന് നമുക്ക് വേറെ തുണിയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സ്ലീവ് വെട്ടിക്കഴിഞ്ഞു. ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിത് ഫ്രണ്ടിലെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലീൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഞാൻ ഫ്രണ്ട് ഇങ്ങനെ, എന്നിട്ട് എന്തെങ്കിലും എംബ്രോയ്ഡറി കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. കണ്ട. ഇനി ബാക്ക് പീസ് ചെയ്ത് സ്ലീവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനത് തയ്ച്ചു കഴിഞ്ഞു. കണ്ട. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാം. ഇവിടെ ഞാൻ പഫ് സ്ലീവാണ് വെച്ചേക്കുന്നത്. കണ്ടോ, മുകളിലും താഴെയും പഫാണ് വെച്ചേക്കുന്നത്. സ്ലീവ് നെക്ക് കോളർ വെച്ചിട്ട് ചെയ്യാം. ഇഷ്ടം പോലെ ഈ പ്ലേറ്റ് ഇവിടെ മാത്രമല്ല, നിങ്ങൾക്ക് കൂടുതൽ വീതിക്ക് വേണമെങ്കിൽ കൂടുതൽ പ്ലേറ്റ് എടുത്ത് ചെയ്യാം. ഇത് വണ്ണമുള്ള ഒരു 38-40 സൈസ് എന്ന് പറയുമ്പോൾ അത് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനത് കുറച്ചെടുത്തത്. ഓവർ വണ്ണം തോന്നിക്കണ്ടെന്ന് കരുതി കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ ബട്ടൺസാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇവിടെ ലീൻ സ്റ്റിച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തണം. ഓക്കെ, ബൈ.